പ്രിയപ്പെട്ട നമസ്കാരം. അപ്പോൾ അങ്ങനെ നമ്മുടെ 12ാമത്തെ എപ്പിസോഡാണ്. എൻ്റെ ലൈഫിലെ മൂവിയായിട്ട് ബന്ധപ്പെട്ടതും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഹ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പോകേണ്ടതും തീർച്ചയായിട്ടും പ്രണയത്തിന്റെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ എൻ്റെ ഒരു സിറ്റുവേഷൻസ് ആണ്. എൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് മക്കളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും കടന്നു പോകാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ പറയേണ്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അത് പറഞ്ഞുകൂടാത്ത കുറച്ച് മേഖലയുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൈ വെക്കുന്നില്ല എങ്കിൽ തന്നെയും ജീവിതം എന്ന് പറയുന്നത് കാര്യം ഒരാൾ പ്രണയിക്കുക, ഒരു ജീവിതം തുടങ്ങും. പല ആൾക്കാരും നിസ്സാരമായിട്ടായിരിക്കും ജീവിതത്തെ കാണുന്നത് അല്ലെങ്കിൽ പ്രണയത്തെ കാണുന്നത്. പക്ഷേ നമ്മൾ പ്രണയിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുതൽ ഒരു വലിയ ഒരു ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മൾ രണ്ടുമല്ലാതെ, അതായത് ഒരാണും ഒരു പെണ്ണുമല്ലാതെ തന്നെ അവരുടെ വീട്ടുകാരുണ്ട്, അവരുടെ സമൂഹമുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്, മതമുണ്ട്. ഓപ്പോസിറ്റ് ടീമിനും ഈ പറയുന്നതെല്ലാം ഉണ്ട്. ഇവർ രണ്ടുപേരും ഒന്നായി കഴിഞ്ഞാൽ പിന്നീട് ഒരു 3 4 മക്കളുണ്ടായി. അപ്പോൾ അവരുടെ ഒരു ഭാവിയും കൂടെയാണ് പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് വിവാഹത്തോട് കൂടിയിട്ട്. പൊട്ടിച്ചെറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഉറപ്പിച്ച ബന്ധം ആയി പോകുന്നത് തീർച്ചയായിട്ടും മക്കളിലൂടെയാണ്. ഭാര്യയോ ഭർത്താവോ അല്പം പിണക്കമാണെങ്കിലും അതിനെയെല്ലാം കൂട്ടി ഉറപ്പിക്കുന്നത് കുഞ്ഞു മക്കളുടെ മറ്റൊരു വിവാഹം കഴിച്ചു പോയാലും ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾ, അവരുടെ ആ ചിരികളുമൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ നിൽക്കുകയും കാലാകാലം നമ്മൾ ജീവിച്ചുകൊണ്ട് മരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് മനസ്സാക്ഷി ഉള്ളവർക്ക് പറഞ്ഞിട്ടുണ്ട്, മനസ്സാക്ഷി ഇല്ലാത്തവർക്ക് നോ പ്രോബ്ലം. അത് ഭാര്യ പോയാൽ എന്താണ്, മക്കൾ പോയാൽ എന്താണ്, മാതാപിതാക്കൾ പോയാൽ എന്താണ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻജോയ് മാത്രം. പക്ഷെ ഇതിന്റെയൊക്കെ അവസാനം വരുന്നത് നമുക്ക് ഒരു ശാരീരികമായിട്ടൊരു അസ്വസ്ഥത വന്നു, എവിടെങ്കിലും കിടക്കുമ്പോൾ നാട്ടുകാർ നമുക്ക് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ചോര അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കളൊക്കെ കാണുള്ളൂ. അത് നീ എത്ര വലിയ ആസ്തിയുള്ളവനാണെങ്കിലും, എത്ര വലിയ ക്വാളിഫിക്കേഷൻ, അതായത് ഉദ്യോഗങ്ങളോ അല്ലെങ്കിൽ പഠിപ്പോ ഉള്ളവനാണെങ്കിലും നമ്മൾക്കൊരു താങ്ങ് വേണ്ടപ്പോഴാണ് നമ്മൾ ബന്ധത്തിന്റെയും മക്കളുടെയൊക്കെ വില മനസ്സിലാക്കുന്നത്. അതുവരെയും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഈ ലോകത്തിന്റെ എല്ലാ ആഡംബരങ്ങളും എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ വേണ്ടി, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി, എല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓർഡിനറി, അതായത് ഒരു KSRTC ബസ്സിൽ ഒരു ഒളിച്ചോടിയ ഒരു അനുഭവമാണ് എൻ്റെ. കാര്യം ഈ ഒളിച്ചോടാൻ കാരണം എന്താണ്? വീട്ടിൽ നിരന്തരമായ വഴക്കുണ്ടായിരുന്നു. വഴക്കെന്ന് വെച്ചാൽ കലാജീവിതത്തിന് പോകുന്നു, പഠിക്കാൻ പോകുന്നില്ല, എല്ലാ വീട്ടിലെയും പോലെ സ്വാഭാവികം. അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. 1 2 പ്രാവശ്യം വീട്ടിൽ നിന്നൊക്കെ അകന്നു നിന്നു. മൂന്നാമത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന്റെ കാരണം നമ്മളെ വഴക്ക് പറയാതെ അല്ലെങ്കിൽ ഈ കലാപ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കണം, അതിനാരെങ്കിലും ഒരു കൂട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു തീരുമാനം എടുക്കുന്നത്. എങ്ങനെയോ 4 5 വർഷം മുമ്പേ ഒരു പ്രോഗ്രാമിന് ലൈറ്റിങ്ങിന് പോയി കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയുടെ നമ്പർ കിട്ടുകയും അങ്ങനെ വിളിച്ച് നിരന്തരം സംസാരിക്കുകയും പിന്നീട് എല്ലാവർക്കും ഉള്ള രീതിയിൽ തന്നെ മനസ്സിൽ ആരൊക്കെയോ ഉണ്ട്, ഒരുമിച്ച് ജീവിക്കണം, മറ്റ് കുറ്റപ്പെടുത്തലുകളൊന്നുമില്ലാതെ സ്നേഹം ആണ് വേണ്ടത്. കാര്യം പണ്ട് മുതലേ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് സ്നേഹം വലുതായിട്ട് കിട്ടിയില്ല. വലുതായിട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പേരൻസ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അവരൊക്കെ സ്നേഹം കൂടിപ്പോയതിന്റെ പേരിലാണ് നമ്മളെ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത്. കാര്യം എങ്ങനെയെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. ഒരു പേരൻസും മക്കളെ ശപിക്കില്ല. അതേപോലെ ഒരു മക്കളെ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഉപേക്ഷിക്കാനും തയ്യാറാവില്ല. അങ്ങനെയാണ് മാതാപിതാക്കൾ, അങ്ങനെയാണ്. അപ്പൊ അന്നൊരു എടുത്തുചാട്ടത്തിന് ഞാൻ സ്വീകരിച്ച കുട്ടിക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും വന്ന രീതിയിൽ ആ ഒരു പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസുകൾ എല്ലാ കുട്ടികൾക്കും വരുന്ന പോലെ കുറച്ച് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെയൊന്നും വിശദീകരിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യവുമില്ല. കാരണം അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് ഞാൻ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തതിന് ശേഷം ഞാൻ ചെന്ന് പറഞ്ഞത്, ഞാൻ നേരിട്ട് വന്നു. നേരിട്ട് അവരുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ കോലം, എൻ്റെ ഹൈറ്റ് ഇത്രയാണ്, എൻ്റെ കളർ ഇതാണ്, എൻ്റെ ജോബ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും കൂലിപ്പണി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞാൻ ചെയ്യും, ജോലി എളുപ്പം പോകും, സ്ഥിരമായിട്ടൊരു വരുമാനവും കാര്യങ്ങളും ഒന്നുമില്ല. ഇതെല്ലാം ഓക്കെ പറഞ്ഞു. അങ്ങനെ പരസ്പരം സമ്മതിച്ചു. അതിനുശേഷം ആ കുട്ടിക്കും ആലോചനകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ വിവാഹാലോചനയുണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ സ്പീഡപ്പ് ആയില്ലെങ്കിൽ ഒരുപക്ഷെ രണ്ട് പാർട്ടായി പോകും എന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റിൽ ഏകദേശം 18 വയസ്സിന് താഴെയായിരുന്നു. പക്ഷേ 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കൊല്ലം അതിനകത്ത് കുറവായിട്ടാണ്. അപ്പോൾ രജിസ്റ്റർ മാരേജ് നടത്താനും വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയായാലും ഞങ്ങൾ നേരെ കണ്ടു. ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഈ ഒളിച്ചോടുന്നത് എൻ്റെ ഡാൻസ് കാലങ്ങളിൽ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് വന്നിരുന്ന കൊല്ലത്തുള്ള ഒരു കുട്ടിയുടെ പേരൻസുമായിട്ട്, അമ്മ താമസിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. പാരിപ്പള്ളിയിലാണ് വീട്. അപ്പോൾ ഞാൻ ഒരു സ്ഥലം വേണമല്ലോ, സേഫായിട്ടൊരു സ്ഥലം വേണം. അങ്ങനെ ഞാൻ കുട്ടി രാവിലെ വരേണ്ട സമയങ്ങൾ പറഞ്ഞു. കുട്ടി കൊല്ലത്ത് ബസ് സ്റ്റാൻഡിൽ വന്നു. ഞങ്ങൾ ബസ്സിൽ
അന്തസ്സായിട്ട് ടിക്കറ്റ് എടുത്തു, പെയ്യെ അവിടെ ചെന്നിറങ്ങി, നടന്നു. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു, താമസം തുടങ്ങി. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. കാര്യം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പണ്ടേ മുതലേ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ 1 2 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ട് വലിയ കാര്യമൊക്കെ എടുത്തില്ല. പക്ഷെ പെണ്ണിന്റെ വീട്ടുകാർ എന്ന് ഈ പറയുന്ന രീതിയിൽ അവർ തള്ളേം തന്നെയാണ്. ഒരു പെൺകുട്ടി പുറത്തോട്ടിറങ്ങിയാൽ എന്തായി, എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല, എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് നെഞ്ചിനകത്ത് ഒരുപാട് ആളലുകൾ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലെറ്റർ എഴുതി വെച്ചിട്ട് വരണം. കാര്യം വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്കൊരാൾ ഇഷ്ടമായിരുന്നു, ഞാനിങ്ങനെ പോയി എന്ന് എഴുതി വെക്കണം. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി. അതിന് ശേഷം വീട്ടിൽ ഇതൊക്കെ കണ്ടെത്തുകയും അവർ കേസ് ചാർജ് ചെയ്യുകയൊക്കെ ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്ന് രണ്ടാമത്തെ ദിവസം ഒരു ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ ആയി. ഈ ചെന്ന് നിന്ന സ്ഥലം വിഷമകരമായ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു ദമ്പതികളല്ല, ഒരു കുടുംബമാണ്. അതായത് ഭർത്താവില്ലാത്ത അല്ലെങ്കിൽ അച്ഛനില്ലാത്ത ഒരു കുടുംബം, അതായത് 2 മക്കളും ഒരു സ്ത്രീയും. അവരിലേക്കാണ് ഞങ്ങളും കൂടെ ചെന്ന് ജോയിൻ്റ് ആവുന്നത്. വാടക വീടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പണിയൊന്നുമില്ല. ഞങ്ങളവിടെ ചെന്ന് 2 ദിവസം ആയതേ ഉള്ളൂ. അവരുടെ ഒരു ലൈഫ് പറയാനുണ്ട് കേട്ടോ. അവരുടെ ലൈഫിൽ 2 മക്കളെ ഇതേപോലെ ഒരു കല്യാണം കഴിഞ്ഞു, വീട്ടുകാരെല്ലാം കെട്ടിച്ചു കൊടുത്ത ഒരു സ്ത്രീയാണ് അത്. ആ സ്ത്രീയുടെ വീട്ടിലാണ് ഞങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ആ സ്ത്രീയുടെ ഒരു ചെറിയ വെർഷൻ ഞാനിവിടെ പറയാം. അവരെ ഇതേപോലെ വീട്ടുകാരെല്ലാം അറേഞ്ച് മാരേജ് ആയിട്ട് വീട്ടുകാരാലോചിച്ച് കല്യാണം നടത്തി കൊടുത്ത ഒരു ടീമായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ ഭയങ്കര വെള്ളോടിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയി, 2 കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം ഇദ്ദേഹം ഈ സ്ത്രീയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇവർക്ക് വീട്ടുകാർ നോക്കാനില്ല, നാട്ടുകാർ നോക്കാനില്ല. 2 പൊടിക്കുഞ്ഞുങ്ങളാണ്. ഈ പൊടിക്കുഞ്ഞുങ്ങളെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകും? ആരുടെയും കൈ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ തന്നെ ആരും നോക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ തെറ്റുകൊണ്ടല്ല, 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ അവരുടെ ശരീരം തന്നെ പണയപ്പെടുത്തി ആ 2 കുഞ്ഞുങ്ങളെ നോക്കി. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചു, അങ്ങനെ ഒരു പണി തിരഞ്ഞെടുത്തത് എന്താണ്? അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 10 40 വയസ്സുണ്ട്. ഞാനൊക്കെ ഒരു അമ്മയുടെ സ്ഥാനം, എപ്പോഴും അമ്മയമ്മ അല്ലെങ്കിൽ ചേച്ചി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ പറഞ്ഞു, മോനെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി നിന്നാൽ ആരും നോക്കാനില്ലാത്തൊരു സാഹചര്യം. ഇതാവുമ്പോൾ ഞാൻ പോയി ചിലപ്പോൾ 1 മണിക്കൂർ ഞാൻ പോകും. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള പൈസയും വാടക കൊടുക്കാനുള്ള സമ്പത്തുമൊക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. എൻ്റെ മുന്നിൽ അതേ ഉള്ളായിരുന്നു, നിവർത്തി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ വളരെ കാര്യമായിട്ടാണ് അവർ സ്വീകരിച്ചതും. കാര്യം അവരുടെ മക്കളെയൊക്കെ പ്രോഗ്രാം പഠിപ്പിച്ച ആ ഒരു ബഹുമാനം കൊണ്ടായിരിക്കാം. മറ്റൊരു ശല്യവും ഞങ്ങൾക്കില്ല. പക്ഷേ 2 വീട്ടുകാരും കേസും കാര്യങ്ങളും ഒക്കെ മാൻ മിസ്സിംഗ് കേസാണ്. ഞങ്ങളുടെ വീട്ടിൽ അന്വേഷിച്ചു വരുന്നു, പ്രശ്നങ്ങളാവുന്നു, കേസ് ചാർജ് ആവുന്നു, കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നു. ഞങ്ങൾ പോയി ഏകദേശം 10 11ാമത്തെ ദിവസമാണ് ഞങ്ങൾ കീഴടങ്ങുന്നത്. ഞങ്ങൾ പോയി നിന്ന ആ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ചേച്ചി ഇവരെ 2 മക്കളും ചേച്ചിയും വന്ന് ഡ്രാമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നവോദയ എന്ന് പറയുന്ന ഒരു ചിലപ്പതികാരം എന്ന് പറയുന്ന ഒരു നാടകം, നൃത്തനാടകമാണ്. ആ നാടകത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നാടകത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടി നല്ല പരിചയമുണ്ട്. ഇവർ നാടകത്തിന് ഞങ്ങൾ 2 പേരും വീട്ടിലാക്കിയിട്ട് പോയപ്പോൾ അവിടെ ഒരു അണിയറ ശില്പി വന്നില്ല. അതായത് സ്റ്റേജിന്റെ ലൈറ്റ് കട്ടൗട്ടൊക്കെ കെട്ടുന്ന ആൾ വന്നില്ല. അപ്പോൾ ഇവർക്ക് പരിപാടിക്ക് പോവുകയും വേണം. 10 ദിവസത്തെ പരിപാടിയാണ്. അതായത് കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം കണ്ണൂർ, പാലക്കാട് ആ ഭാഗമൊക്കെയാണ്, വടക്കോട്ടാണ് പരിപാടി. അങ്ങനെ ഈ ചേച്ചി വീട്ടിൽ ഞാൻ പ്രത്യേകിച്ച് സ്റ്റേജൊക്കെ ചെയ്യുകയും കൊറിയോഗ്രാഫി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുതലാളി ഒരിക്കൽ പറഞ്ഞു. അപ്പോൾ മുതലാളി പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യുന്ന അവരെയും കൂടെ കൊണ്ടുവരാം, അയാൾക്ക് ശമ്പളം കിട്ടുമല്ലോ. അങ്ങനെ വീട്ടിൽ വന്നു ഞങ്ങളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നാടക വണ്ടിയിൽ കയറി യാത്രയായി. അത് ഞങ്ങൾക്കൊരു ട്രിപ്പായിരുന്നു. 9 ദിവസത്തോളം. 10ാം ദിവസം പരിപാടി ഈ കുട്ടിയുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിന്റെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ പോകാനും പറ്റില്ല. കാര്യം ഞങ്ങളെ തപ്പി നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ചെന്ന് ചാടിക്കൊടുത്താനുള്ള അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഏകദേശം അദ്ദേഹത്തിന്റെ കൂടെ ഓരോ ദിവസവും പ്രോഗ്രാമിന് പോയി, ഭക്ഷണം കഴിക്കുന്നു, ശമ്പളം കിട്ടുന്നു, രാവിലെ ഫുള്ള് ടൂറാണ്, രാത്രിയിൽ സ്റ്റേ ആയി, പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ചുറങ്ങി, രാവിലെ എണീച്ച് അടുത്ത സൈറ്റിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്, ഫോൺ ഫുള്ള് സ്വിച്ച് ഓഫ് ആണ്. അപ്പം അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, അവരൊരുപാട് പ്രയാസപ്പെടുന്നുണ്ടായിരിക്കും, ഒന്ന് വിളിച്ചെന്തായാലും പറഞ്ഞേരെ. അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ GPS-ഉം ടവർ ലൊക്കേഷനും
ആളിൻ്റെ നമ്പറും ഒക്കെ ചേസ് ചെയ്തു. പോലീസുകാർ ആ സിം എടുത്തിരിക്കുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് എൻക്വയറിയുമായി ചെല്ലുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നു. അതായത് ഇന്ന പരിപാടിക്കാണ് പോയിരിക്കുന്നത്, ഇന്ന സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് കായംകുളത്ത് വണ്ടി ഇറങ്ങി. കാര്യം ഈ 10ാമത്തെ ദിവസം ഇവരുടെ നാട്ടിലാണ് പ്രോഗ്രാം. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കായംകുളം സ്റ്റോപ്പിൽ ഇറങ്ങി ബസ്സിൽ കയറി പഴയ പാരിപ്പള്ളിയിലെ വീട്ടിലേക്ക് പോയി. അന്ന് ഇവർ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴേക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോലീസുകാരും എത്തി. കാര്യം ഈ കോള് വിളിച്ച ആ നമ്പറിൽ അദ്ദേഹത്തെ തപ്പി പോലീസുകാർ ചെന്നു. അതിനുശേഷം അദ്ദേഹത്തിനിടയ്ക്ക് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡയറക്റ്റ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പിരിക്കില്ല എന്നൊരു ഉറപ്പുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ വിളിച്ചതും പറഞ്ഞതും ഒക്കെ. ഏതായാലും പ്രണയത്തിന് വേണ്ടി പോയി ഇങ്ങനെ 10 ദിവസത്തോളം പത്രത്തിലൊക്കെ കൊടുക്കാനായിട്ട് വന്നതാണ് പേര്. പക്ഷേ അതിനു മുമ്പായിട്ട് ഞങ്ങൾ കീഴടങ്ങി. ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരാം, ഞങ്ങളെ പിരിക്കില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് കീഴടങ്ങി. തിരിച്ചു വരുന്ന വഴിക്ക് എല്ലാവർക്കും കിട്ടുന്ന ചിലപ്പോൾ ഒരു മോന്തയ്ക്ക് അടിയായിരിക്കും. പക്ഷേ എനിക്കെന്തായാലും തിരിച്ചു വരുമ്പോൾ SI അന്ന് ബൊലീറോ അവരുടെ ജീപ്പിലല്ല, പ്രത്യേകം പോലീസൊക്കെ വിളിച്ചിട്ടാണ് വീട്ടുകാരുടെ ചെലവിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എഴുതി ഒപ്പിടിച്ചു. അങ്ങനെ ജീവിതം തുടങ്ങി. എൻ്റെ വീട്ടിലോട്ട് പോകാനൊക്കുന്നില്ല. തൽക്കാലം പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ തുടരേണ്ട ഒരവസ്ഥ വന്നു കുറച്ച് ദിവസം. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അടിയൊക്കെ കിട്ടുന്നതാണ്. എന്തായാലും അന്ന് വളരെ സാധുവായ ഒരു മനുഷ്യനായിരുന്നു ഈ വൈഫിൻ്റെ പിതാവ്. വളരെ സാധു എന്ന് വെച്ചാൽ സ്നേഹം മാത്രം നൽകാൻ അറിയാവുന്ന ഒരു മനുഷ്യൻ. വളരെ ദയനീയമായ സംസാരവും അതേപോലുള്ള പ്രവൃത്തികളും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് വേണം, മോൻ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് നല്ല വിശപ്പുണ്ട്, കാര്യം ഒരുപാട് അലഞ്ഞു വന്നതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ പൊറോട്ട ഇറച്ചിയൊക്കെ വാങ്ങി തിന്നു. ഒരുമിച്ച് പോലീസുകാരുമായിട്ട് ഞങ്ങൾ അവരുടെ സ്റ്റേഷൻ പരിധിയിൽ വന്നു, എഴുതി ഒപ്പിട്ടു. ഞങ്ങളുടെ പിതാവിനെ വിളിച്ചു. പിതാവ് ഇവിടെയുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് അവിടെ വന്നു. കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പിതാവ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. എൻ്റെ മോളുടെ ജീവിതമാണ് വലുത്, അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പൂർണ്ണ സമ്മതം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറച്ച് ദിവസം വൈഫിൻ്റെ വീട്ടിൽ തന്നെ തങ്ങേണ്ടി വന്നു. തങ്ങിയതിന് ശേഷം അങ്ങോട്ട് രാവിലെ എനിക്ക് എന്തെങ്കിലും ജോബ് വേണമെങ്കിൽ അവിടെ നിന്നും 7 മണിക്ക് വണ്ടി എടുക്കണം, അല്ലെങ്കിൽ 6 മണിക്ക്. വലുതായിട്ട് ബസ് റൂട്ട് ഇല്ലാത്ത ഒരു ഏരിയ ആണ് നമ്മുടെ കുണ്ടറ. ഉള്ള് റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ നിന്ന് പെട്ടെന്ന് കായലും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പരിസരമായതുകൊണ്ട് ബസ്സുകൾ അത്രയും കിട്ടാറില്ല. പിന്നെ ട്രെയിൻ ഉണ്ട്, എറിനാട് ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് ട്രെയിനൊക്കെ കയറി ഇവിടെ വരുമ്പോൾ വീണ്ടും ഞാൻ നടക്കണം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5-6 കിലോമീറ്റർ. അപ്പോഴത്തേക്കിനും മൈക്കാട് പണിയാണെങ്കിൽ തന്നെ മിസ്സായി പോകും. അങ്ങനെ കുറേ ദിവസമൊക്കെ സൈക്കിൾ ചവിട്ടി. ഒരു 6 മണിയാകുമ്പോൾ എണീച്ച് സൈക്കിൾ ചവിട്ടിയും തിരിച്ച് ഇതേപോലെ തന്നെ ജോലി കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞാൽ തിരിച്ച് സൈക്കിൾ ചവിട്ടി വൈഫിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും 9 മണി 9:30 ആവും. വീണ്ടും ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് രാവിലെ എണീച്ച് വീണ്ടും ഈ പരിപാടിയാണ്. അങ്ങനെ കുറച്ച് നാളൊക്കെ ഏകദേശം ഒരു 2 മാസമൊക്കെ അങ്ങോട്ട് പോയി. അതിനുശേഷം വൈഫ് പറഞ്ഞു എല്ലാവരും ഭർത്താവിൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത് എന്നൊരാഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു മാമയുണ്ട്, ആ മാമ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അവിടെ വൈഫും മാമായും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നാൽ കുറച്ച് കൂട്ടാകും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും വൈഫിൻ്റെ വീട്ടിൽ നിന്നും മാമയുടെ വീട്ടിലേക്ക് വന്നു. അവിടെ വലിയ കുഴപ്പമില്ലാതൊക്കെ ജീവിച്ചു പോയി. തൊട്ടടുത്ത് കോൺക്രീറ്റുകാരുണ്ടായിരുന്നു, അവരുടെ കൂടെ ജോലികളുണ്ടായിരുന്നു. അങ്ങനെ ജോലിക്കൊക്കെ പോയി 10,000 രൂപ കിട്ടും. ഈ 1000 രൂപ കിട്ടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് പ്രഗ്നൻ്റ് ആയി. അതിൻ്റെ പ്രശ്നം വല്ലതും ആണോ എന്നറിയില്ല, എങ്കിൽ തന്നെയും വേറെ എന്തൊക്കെയോ നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ്. കാര്യം ഈ വന്ന കാലത്ത് ഇത് പറയുമ്പോൾ പല ആൾക്കാരും കളിയാക്കുകയും ആ രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷേ ആ വീട്ടിൽ എന്തോ ഒരാൾ ആത്മഹത്യ ചെയ്തതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ, ഞങ്ങളെ മാമ താമസിക്കുന്ന വീട്ടിൽ, അങ്ങനെ ഈ കുട്ടി വന്നു. പ്രഗ്നൻസ് ഒക്കെ ആയി, ഭയങ്കര ശബ്ദത്തിൽ, അതേപോലെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാൻ പണ്ട് ഈ ദർസിലൊക്കെ പോയി പഠിച്ചതിൻ്റെ പേരിൽ ഈ കുട്ടി ഇങ്ങനെ പിച്ചും പറയുന്നു. അതേപോലെയൊക്കെ പറയുമ്പോൾ ഞാനൊരു ചരടൊക്കെ ജപിച്ച് കൈ കുട്ടി കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഈ കുട്ടി ഇങ്ങനെ പറയുന്നു ഈ ചരട് വേണ്ട, അഴിക്ക് എന്നിങ്ങനെ പറയുമായിരുന്നു. അവസാനം തീരെ ഓരോ ദിവസവും പ്രശ്നം വഷളായി വരികയാണ്. പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. നിരന്തരമായ ഛർദിലും വിഷമങ്ങളും ഒക്കെ വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവർ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു.
പുള്ളിക്കാരത്തി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. വളരെ സന്തോഷം, തിരിച്ചു വന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പുള്ളിക്ക് അവശതയായിരുന്നു. കാര്യം രാവിലെ തൊട്ട് ഉച്ചവരെയും ഞാൻ കോൺക്രീറ്റിന് പോയി 10,000 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ 10 മിനിറ്റ് കൊണ്ട് അത് തീർന്നു പോകും. ആട്ടോ വിളിക്കുക, തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുക, ഇങ്ങോട്ട് കൊണ്ടുവരിക, കുറച്ച് ഡോക്ടർ ഫീസ് കൊടുക്കുക, അപ്പോൾ തീർന്നു കിട്ടും. പിറ്റേന്നത്തേക്ക് ചിലപ്പോൾ ഒരു 10 100 രൂപ കൈ കണ്ടാൽ കണ്ടു എന്ന് പറയാം. അങ്ങനെ വീട്ടിലൊക്കെ നല്ല വിശേഷങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു സന്തോഷമായിരിക്കുമ്പോൾ പെൺകുട്ടിക്ക് ഈ നെഗറ്റീവ് എനർജിയുടെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആരൊക്കെയോ ഒന്ന് കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, പിന്നെ ശ്വാസം വിടാൻ വയ്യ. അങ്ങനെ ഞാൻ അവിടെ ഓതുന്ന നമ്മുടെ കിതാബ് ഉണ്ടായിരുന്നു, അതായത് ഖുർആൻ എന്ന് പറയുന്നത്. ഈ സാധനം എടുത്ത് കുട്ടിയുടെ കൈ കൊടുക്കുമ്പോഴത്തേക്കും കുട്ടി ഒരു അലർച്ചയാണ്. അതിനുശേഷം വീണ്ടും അവശതയായി, വലിയ പ്രശ്നമായി. അപ്പം അങ്ങനെ ഞങ്ങളൊരു മുസ്ലിം ജോൾസിൻ്റെ അടുത്ത്, അതായത് ഒരു മുസ്ലിം അടുത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഛർദ്ദിച്ച അവശയായി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളായപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കയ്യിലെടുത്തിട്ടാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത്. ആട്ടോയ്ക്കകത്ത് കയറ്റി ആട്ടോ സ്റ്റാർട്ട് ആവുന്നില്ല. അതിനുശേഷം കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചു. ശക്തമായ മഴ, രാത്രി, ജോലി കഴിഞ്ഞ് വന്നതിന് നല്ല ക്ഷീണമുണ്ട്. പകുതി വഴിക്കുന്നപ്പോൾ ആട്ടോ ഓഫായി. എന്തായാലും ഡ്രൈവർ പെട്ടെന്ന് മഴ നനഞ്ഞുകൊണ്ട് ഇറങ്ങി ആ വണ്ടി എന്തൊക്കെയോ ചെയ്ത് ശരിയാക്കി. വണ്ടി മുന്നോട്ട് വീണ്ടും എടുത്തു. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടിച്ചു പോവുകയാണ് പിന്നീട് മഴയത്ത്. പിന്നീട് കയ്യിൽ ആകെപ്പാട് ഒരു ടോർച്ച് ഉണ്ട്. ഈ ടോർച്ച് അടിച്ചുകൊണ്ടാണ് പിന്നെ പോകുന്നത്. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ആ ടോർച്ചും കത്താതെയായി. അങ്ങനെ എന്തായാലും അവിടെ കൊണ്ടുവന്ന് അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുകയും ഓതുകയോ പറയുകയോ ഒക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു. പക്ഷെ അത് എന്തോ കാര്യമായിട്ടുള്ള സംഭവം, അതുകൊണ്ടൊന്നും നിൽക്കുന്ന സംഭവമല്ലായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ കുട്ടിക്ക് ഇങ്ങനെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലാക്കി. കാര്യം വീടാകുമ്പോൾ സേഫ് ആണല്ലോ. അങ്ങനെ കുറച്ച് നാൾ അവിടെ ആക്കി. അതിനുശേഷം കുറേ നാൾ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയി. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി. അങ്ങനെ കുട്ടി പ്രഗ്നന്റ് ആയി. ഇടയ്ക്ക് ഞങ്ങളുടെ ഇടയ്ക്ക് വീട്ടിൽ വന്നു കേട്ടോ. ഇടയ്ക്ക് വീട്ടിൽ വന്നു കുറച്ച് ദിവസം ഒന്ന് നിന്നു. അതിനുശേഷം ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ ആയി. വീണ്ടും വൈഫിൻ്റെ വീട്ടിലായി. വൈഫ് പ്രഗ്നൻസിയുടെ സമയമായി. അങ്ങനെ ഞങ്ങൾ സ്ഥിരം ഒന്ന് കാണിക്കുന്നത് എറണാകുളം SBM ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഗിരിജ എന്ന് പറഞ്ഞൊരു ഡോക്ടറിനെയാണ് കാണുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ അന്ന് രാവിലെ വന്നു. എന്തോ ചെറിയ വേദനയൊക്കെ വന്നപ്പോൾ രാവിലെ കൊണ്ട് കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, വണ്ടിയും വെള്ളമൊന്നും ഇല്ലാത്ത ഏരിയ ആണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ അന്ന് പോയിട്ട് തന്നെ പുള്ളിക്കാരത്തേക്ക് ഡെലിവറിയുടെ ടൈമായി. എന്തായാലും കൊണ്ടുവന്നു തിയേറ്ററിലേക്ക് കയറ്റി. ആദ്യം ഡെലിവറിയുടെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ നോക്കി മാക്സിമം ആയി. അതിനുശേഷം നടക്കാതെ വന്നപ്പോൾ സിസേറിയനിലേക്ക് തന്നെ കയറ്റേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആരുമില്ല, എൻ്റെ വീട്ടുകാർ ഒന്നുമില്ല. അന്ന് ഞങ്ങളുടെ വാപ്പി ഹജ്ജിന് പോയിരിക്കുന്ന ടൈമാണ്. അപ്പോൾ വാപ്പിയുടെ അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ വീട്ടുകാർക്കും വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ പോയതുകൊണ്ടൊരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ നാട്ടുകാരുടെ മുന്നിലൊരു ഇൻസൾട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷമിച്ച് അവരും തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പക്ഷേ അന്ന് സിസേറിയന് കയറ്റിയപ്പോൾ പെട്ടെന്ന് ബ്ലഡിൻ്റെ ആവശ്യം വരികയാണ്. അപ്പം ഞാൻ തളയ്ക്കുന്ന എന്തൊക്കെയൊക്കെ പോസിറ്റീവ് ആയിരുന്നു. വൈഫിൻ്റെ അതേ ഗ്രൂപ്പാണ്. അങ്ങനെ ഞാൻ വലുതായിട്ട് സഹകരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരുമായിട്ടും ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ പ്രണയിച്ച് ഇങ്ങനെയൊക്കെ പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂട്ടുകാരൊക്കെ അകന്നു നിൽക്കുന്നു, നാട്ടുകാരൊക്കെ വേറെ ഒരു കണ്ണുകൊണ്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ പോയപ്പോൾ ഞാനായിരിക്കും പോയി ഇറക്കാൻ നിന്നില്ല. പെട്രോൾ ആണെങ്കിൽ അപ്പുറത്ത് പമ്പിൽ പോയി മേടിച്ചു കൊടുക്കാം. പക്ഷേ അങ്ങനെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, നസീം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള കളിക്കൂട്ടുകാരനാണ്. അദ്ദേഹത്തിനെ വിളിച്ചു. എന്തായാലും അവിടെ കൊണ്ടുപോയപ്പോൾ ബ്ലഡൊക്കെ കറക്റ്റാണ്, പക്ഷേ 3 മാസം മുമ്പ് എങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എടുക്കാൻ ഇനി അതിനകത്ത് ഊറ്റാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് നിരാശയായി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നു ഉമ്മാടിക്ക് ചെന്നു. അപ്പോൾ വീട്ടിലാരും ഇല്ല, കാര്യം വാപ്പി ഹജ്ജിന് പോയേക്കാണ്. അപ്പം അതിൻ്റെ പെർമിഷൻ ഇല്ലാതെ പുറത്തോട്ട് ഇറങ്ങാനൊക്കാത്തൊരു സിറ്റുവേഷനാണ് ഉമ്മായിക്കും പെങ്ങൾക്കും ഒക്കെ. വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങളുടെ മാമ വിളിച്ചെന്ന് ചോദിച്ചു, മാമ ഇതേപോലെ വൈഫിനെ സിസേറിയന് കയറ്റിയിരിക്കുകയാണ്, ബ്ലഡ് വേണം അത്യാവശ്യം. അപ്പോൾ മാമ പറഞ്ഞു എന്തായാലും രാവിലെ ആയിരിക്കെങ്കിലും അങ്ങോട്ട് പറഞ്ഞു വിടാം, തൽക്കാലം പോയിക്കോളാൻ പറഞ്ഞു. തിയേറ്ററിൽ കയറ്റിയിരിക്കുകയാണ്, വൈഫിനെ കയറ്റിയിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പം എന്തായാലും ആരോരും ഇല്ല, ഇനി വിഷമിച്ച് നമുക്കങ്ങനെ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. എന്തായാലും കരുനാഗപ്പള്ളി ആശുപത്രിയുടെ ഇപ്പുറത്ത് ഒരു ഹോട്ടൽ നടത്തുന്ന മലബാറിലുള്ള ഒരു സാലിഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം കടയൊക്കെ അടച്ച് സ്റ്റാഫിനെയൊക്കെ ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. കട അടച്ചില്ല, കട അടയ്ക്കാൻ പോകുന്നു. കച്ചവടമൊക്കെ കഴിഞ്ഞു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10, 11, 12 മണിയോളമായി. അങ്ങനെ പോകാൻ പോകുന്ന സമയത്ത് ഞാൻ ഒരു ഗതിയുമില്ലാതെ ആ ഹോട്ടലിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, പോസിറ്റീവ് ബ്ലഡുള്ള ആരെങ്കിലും ഉണ്ടോ? എന്താ മോനെ കാര്യം എന്താ? അതിൻ്റെ വൈഫിനെ ഡെലിവറിക്ക് കയറ്റിയിരിക്കുകയാണ്. മോനെ എൻ്റെ പോസിറ്റീവാണ്, ഞാൻ തരാം എന്ന് പറഞ്ഞ ആ പാവം പിടിച്ച മനുഷ്യൻ
ആ സ്റ്റാഫിനെ എല്ലാം അവിടെ നിർത്തിയിട്ട് ആ പണിയൊക്കെ കളഞ്ഞിട്ട് നേരെ SPM ഹോസ്പിറ്റലിൽ വന്നിട്ട് ബ്ലഡ് കൊടുത്തു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ എടുത്തില്ല. ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, നമ്പറൊക്കെ തന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മോൻ വിളിച്ചാൽ മതി, തീർച്ചയായിട്ടും ഞാൻ അടുത്തുണ്ട്, ഞാൻ ഓടിയെത്താമെന്ന് പറഞ്ഞു. എന്തായാലും ബ്ലഡ് വേണ്ടി വന്നില്ല. ആ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് എൻ്റെ മൂത്ത മകന്റെ പേര് സ്വാലിഹ് എന്ന് ഇടാൻ കാരണം. പറഞ്ഞു മനസ്സിലായി. അപ്പൊ നമുക്കവിടെ നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും അല്ലെന്ന്, ദൈവദൂതനെ പോലെ ഒരാൾ വന്നു സഹായിച്ചു. അപ്പോൾ അങ്ങനെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് നൊമ്പരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ വരാനുണ്ട്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഇറങ്ങുന്ന പ്രോസസ്സിൽ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ച് കഷ്ടപ്പെട്ട കുറച്ച് നാള് ഈ പ്രണയത്തിന് അല്ലെങ്കിൽ ലൈഫിന് വേണ്ടിയിട്ട് കുറേ ദുരിതങ്ങളുണ്ട്, കുറേ പാഠങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും 27 മിനിറ്റോളമായി. അപ്പോൾ എന്തായാലും തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്.